1994 ഡിസംബർ 4-ാം തീയതി തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് തൊഴിയൂരിലുള്ള സുനിൽ എന്ന് പറയുന്ന RSS പ്രവർത്തകൻ വീടിനകത്ത് വെച്ച് അതിക്രൂരമായി വെട്ടേറ്റ് കൊല്ലപ്പെട്ടു. അന്ന് ഈ കൃത്യം ചെയ്തത് ഗുരുവായൂരിനടുത്ത് തന്നെയുള്ള DYFI CPM പ്രവർത്തകനായിരുന്ന ബാബുരാജും സംഘവും ആണ് എന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു. പക്ഷേ തുടർന്ന് വിശദമായ അന്വേഷണം അന്നത്തെ DIG ആയിരുന്ന സെൻകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്നപ്പോൾ ഇവർ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി. യഥാർത്ഥ പ്രതികളെ പിന്നീട് പിടികൂടുകയും ചെയ്തു. പക്ഷേ ഈ സംഭവം നടന്ന് 30 വർഷത്തിനിപ്പുറവും ബാബുരാജിനും അന്ന് പ്രതി ചേർക്കപ്പെട്ട മറ്റുള്ളവർക്കും ഇതുവരേക്കും നീതി കിട്ടിയിട്ടില്ല. പോലീസ് പിറ്റേ ദിവസം മുതൽ വീട്ടിൽ കയറി ഭീകരമായിട്ട് പോലീസ് വീടുകളിൽ റെയ്ഡ് നടത്തുക. അപ്പോൾ അവിടുന്ന് പിന്നെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ് ഞങ്ങളാ കേസിൽ പ്രതി ചേർത്തണമെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഏകദേശം ഒരു 2 മാസത്തോളം ഞങ്ങൾ ഒളിവിൽ നിന്നിട്ട് ഒരു തരത്തിലും ഞങ്ങൾക്ക് പുറത്ത് വരാനോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് പോകാൻ പറ്റാത്ത അത്രയും പോലീസ് ബുദ്ധിമുട്ടിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ പോലീസിൽ സറണ്ടർ ആവലുണ്ടായത്. കൊലപാതകം ഉണ്ടായി നമ്മൾ എവിടെയാണെന്ന് പോലീസ് റെഡിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ തന്നെ പോലീസിന് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തായിരുന്നു. പോലീസ് കൊലപാതകം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളാണ് പ്രതികളെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. തൊഴിയൂർ സുനിൽ വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ബാബുരാജിനും കൂടെ പ്രതി ചേർക്കപ്പെട്ടവർക്കും. അതിക്രൂരമായി വീടിനുള്ളിൽ കയറി യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ചമച്ച കഥയാണ് ഇവരുടെ ജീവിതം തകർത്തത്. കീഴ്ക്കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പിന്നീട് അപ്പീൽ നൽകിയപ്പോൾ പോലീസ് ആദ്യം പ്രതി ചേർത്ത ബാബുരാജും റഫീഖും ബിജിയും ഉൾപ്പെടെയുള്ളവർ കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ലാത്തവരെന്ന് കണ്ടെത്തി. പക്ഷേ അപ്പോഴേക്കും ഇവരുടെ കുടുംബവും ഇവരും അനുഭവിച്ചത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ദുരിതമാണ്. നമ്മളും നമ്മളെ കുടുംബം നമ്മളെ സ്നേഹിതന്മാർ എല്ലാവരെയും പോലീസ് ഭീകരമായിട്ട് മർദ്ദിക്കലും മാനസികമായിട്ടും ഒരു ദിവസം വീട്ടിലൊരു 10-15 പ്രാവശ്യം പോലീസ് വരും. അതുപോലെ തന്നെ ഞങ്ങളെ ബന്ധുക്കളെ വീട്ടിൽ നമ്മളെ ഇപ്പോൾ അമ്മമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു കല്യാണത്തിന് മറ്റുള്ളവൊന്നും പോകാൻ പറ്റില്ല. കൊലപാതകയുടെ മക്കള് 25 വർഷത്തിന് ശേഷം യഥാർത്ഥ പ്രതികളെ പോലീസ് പിടികൂടി. സുനിൽ വധത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളാണെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിയുകയായിരുന്നു. പോലീസ് കെട്ടിച്ചമച്ച കേസിൽ എല്ലാം നഷ്ടപ്പെട്ടവർ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിച്ചു. 10 വർഷത്തിലേറെയായി. ഇപ്പോഴും കേസ് നീണ്ടുപോവുകയാണ്. കൊലക്കേസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രതിയാക്കപ്പെട്ടുമ്പോൾ ഞങ്ങളെ അമ്മമാരും അച്ഛന്മാരും ഉമ്മമാരും ഒക്കെ ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ്. അവർക്കൊന്നും ഇതിൻ്റെ ഞങ്ങളെ കുറ്റവാളികളാക്കി ആ ആൾക്കാർക്കെതിരെ ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കാണുന്നത് പറ്റില്ല. ഇതേപോലെ ഇപ്പോൾ ഞങ്ങൾക്കും പ്രായമായി. നമ്മൾ മരിക്കുമ്പോഴേക്കും നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല. ചെയ്യിച്ച ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, ചെയ്യിക്കാൻ കൂട്ടുന്ന ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യന്മാരായിട്ട് നടക്കണേ. ഇത്രയും കാലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. നമുക്കും നീതി കിട്ടിയിട്ടില്ല. നമ്മളെക്കാൾ കഷ്ടമാണ് മരിച്ച കുടുംബത്തിൻ്റെ കഥ. അവർക്കും നീതി കിട്ടിയിട്ടില്ല. കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്ത ജെയ്സനാണ് ഏറ്റവും അധികം പീഡനത്തിന് വിധേയമായത്. ജെയ്സന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ആരോഗ്യം ക്ഷയിച്ചു. മറ്റൊരു പ്രതിയായിരുന്ന ഹരിദാസൻ ക്ഷയരോഗം ബാധിച്ചു മരിച്ചു. 30 വർഷമായിട്ടും കേസിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സുനിലിന് പുറമെ സഹോദരന്റെ കൈയും അമ്മയുടെ ചെവിയും അക്രമി സംഘം അറുത്തുമാറ്റിയിരുന്നു. അവരും നീതിക്കായി നിയമപോരാട്ടം തുടരുകയാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.